നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി, കൺസൾട്ടൻറ്റ് സൈക്യാട്രി, SUT ഹോസ്പിറ്റൽ, പട്ടം, തിരുവനന്തപുരം. നമ്മുടെ ഇന്നത്തെ വിഷയം ഡിമെൻഷ്യയാണ്. ഡിമെൻഷ്യ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന സംഗതി മറവി രോഗം അല്ലെങ്കിൽ മറവിയിലുള്ള പ്രശ്നം, ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ എന്നാൽ ഒരു മറവി രോഗം മാത്രമാണോ ഡിമെൻഷ്യ എന്ന് പറയുന്നത്? അപ്പോൾ ഡിമെൻഷ്യ നമുക്ക് അറിയപ്പെടുന്നത് ഓർമ്മക്കുറവ് അല്ലെങ്കിൽ മറവി ആണെന്നുണ്ടെങ്കിലും ഇതൊരു സെറ്റ് ഓഫ് ഒരു സിംറ്റംസ് ആണ്. അതായത് പ്രായം ചെന്നവരിലാണ് മെജോറിറ്റി ആയിട്ട് കാണുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ കുറച്ച് യങ്ങർ ഏജിലും കണ്ടുവരാറുണ്ട്. അപ്പോൾ ഓർമ്മയുടെ പിശക് മാത്രമല്ല നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഓർമ്മക്കുറവിൽ തന്നെ ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ റീസെൻറ്റ് മെമ്മറി, തൊട്ട് അടുത്ത് നടക്കുന്ന കാര്യങ്ങളോ, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളോ, വിതിൻ 24 hours നടക്കുന്ന കാര്യങ്ങളോ ആയിരിക്കും ഓർമ്മ ശക്തി ഇല്ലാതായി വരുന്നത്. എന്നാൽ ഇത്തരക്കാർക്ക് റിമോട്ട് മെമ്മറീസ്, അതായത് പണ്ടത്തെ കാര്യങ്ങളെല്ലാം, പഴയ കാര്യങ്ങളെല്ലാം നല്ല ഫ്രഷായിട്ട് ഓർമ്മയിരിക്കുന്ന പഴയ കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള റീസെൻറ്റ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് മെമ്മറിയാണ് കൂടുതലും ഒരു ഇമ്പയർമെൻറ്റ് വരുന്നത്. അപ്പോൾ മെമ്മറിയിൽ അങ്ങനെ. ഇനി നമുക്ക് ആ ഒരു സിനേറിയോ ആലോചിച്ച് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ഒരു സിവിയറിറ്റി നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു ദൈനംദിന ജീവിതത്തിൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ സ്റ്റെപ്സ് പോലും മറന്നു പോകുന്ന ഒരു സാഹചര്യം, എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ, അതായത് കാര്യനിർവഹണം. പല കാര്യങ്ങളും നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളിലും ഓരോരോ സ്റ്റെപ്പുകളുണ്ടാവും, ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വീട്ടമ്മ, അവർ അടുക്കളയിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറി വയ്ക്കുമ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുന്നു, കടുക് പൊട്ടിക്കുന്നു, അതുപോലെയുള്ള കാര്യങ്ങൾ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് ദൈനംദിന ജീവിതത്തിൽ. അപ്പോൾ അതിൻ്റെ പോലും ബേസിക് സ്റ്റെപ്പുകൾ പോലും മറന്നു പോകുന്ന ഒരവസ്ഥ, അത്രയും ഒരു സിവിയറിറ്റി നമുക്ക് ഊഹിക്കാം. പിന്നെ ദിവസവും ജോലിക്ക് പോയിട്ട് വരുന്ന ആളുകൾ, അപ്പോൾ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് പോകെ വീട്ടിലോട്ടുള്ള വഴി മറന്നു പോവുക, വീട് മാറി കയറുക, വീട് മാറി അല്ലെങ്കിൽ ആളുകളെയൊക്കെ മാറി, ഫെമിലിയർ ആയിട്ടുള്ള ആളുകളെയൊക്കെ മറന്നു പോവുക. അപ്പോഴും നമുക്കതിൻ്റെ ഒരു കാഠിന്യം മനസ്സിൽ ഊഹിക്കാം. പിന്നെ അതുപോലെ തന്നെ പേരുകൾ വരെ മറന്നു പോകാൻ സാധ്യതയുള്ളൊരു സിറ്റുവേഷൻ, സ്വന്തം അമ്മയ്ക്കോ മകൻ്റെയോ അല്ലെങ്കിൽ മകളുടെയോ ഒക്കെ പേരുകൾ വരെ മറന്നു പോകാനുള്ള സാഹചര്യം. സ്വന്തം വീട്ടിൽ തന്നെ പല മുറികൾ, സ്വന്തം മുറിയേതെന്ന് പോലും മറന്ന് മാറിക്കയറാവുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ അതുപോലെ ധാരാളം ഓർമ്മപ്രശകൻ്റെ തന്നെ പല സിവിയറിറ്റി നമുക്ക് ഡിമെൻഷ്യ പേഷ്യൻറ്റിൽ കാണാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഓർമ്മക്കുറവ് മാത്രമല്ല, ഭാഷയിലുള്ള പ്രശ്നങ്ങൾ, നെയിമിംഗ് ഡിഫിക്കൽട്ടീസ്, ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പേരുകൾ മറന്നു പോവുക, എക്സിക്യൂട്ടീവ് ഡിസ്ഫങ്ഷൻ, കാര്യനിർവഹണം, നമ്മൾ പണ്ട് മുതലേ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ സ്റ്റെപ്പുകൾ വരെ മറന്നു പോകുന്ന സിറ്റുവേഷൻ. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയത്തക്ക രീതി കൂടുതലും നമ്മുടെ OPകളിൽ കൊണ്ടുവരുന്നത് ഇനി ഈ പറയുന്ന സംഗതിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാകും. കൂടുതലും ബിഹേവിയറൽ ഡിസ്റ്റർബൻസസ് അല്ലെങ്കിൽ പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങൾ. നമ്മൾ അന്നുവരെയും കണ്ടിരുന്ന ആളുടെ പെരുമാറ്റം പോലെ ആയിരിക്കില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടാതെ നല്ല കാര്യമായിട്ടൊക്കെ എല്ലാവരോടും സ്നേഹമായിട്ട് സംസാരിക്കുന്ന അപ്പനപ്പൂപ്പന്മാരൊക്കെ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും സ്വഭാവത്തിലൊക്കെ ചെറിയ മാറ്റം സർവ്വസാധാരണമായിട്ട് OPയിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഓർമ്മക്കുറവിനേക്കാളും ഉപരി. അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് പ്രകോപനം ഉണ്ടാവുക, അതേപോലെ തന്നെ വിഷാദമായിട്ടിരിക്കുക, അതായത് മൗനമായിട്ടിരിക്കുക, ഒരു നിസ്സംഗത, ഒരു താല്പര്യക്കുറവ് ഒക്കെ ഉണ്ടായിട്ട് കാണാറുണ്ട്. ചില കേസുകളിൽ അജിറ്റേഷനായിട്ട്, അതായത് ഉപദ്രവിക്കാൻ വരെയുള്ള ടെൻഡൻസീസ് കാണിക്കുന്ന രീതിയിൽ വന്നേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള പെരുമാറ്റ പ്രശ്നങ്ങളും ഈ ഡിമെൻഷ്യ എന്ന ടേംസിനകത്തായിട്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്നത് പോലെ ഒരുപാട് സംഗതികൾ, ഒരുപാട് സിംറ്റംസ് ചേരുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മളൊരു ഡിമെൻഷ്യ എന്നുള്ള രീതിയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്? നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിവിയറിറ്റി നേരത്തെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ ഒരു ബെറ്റർ, അതായത് പേഷ്യൻറ്റിൻ്റെ പ്രായം കൂടുന്നതിനനുസരിച്ച് പേഷ്യൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ കാലത്ത് ലൈഫ് എക്സ്പെക്റ്റൻസി ഒക്കെ ഇത്രയും ധാരാളമുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് ഉള്ള കാലം ഈ ഓർമ്മക്കുറവിനോടനുബന്ധിച്ച് പേഷ്യൻറ്റിന് ഒരു അത്രയും സിവിയറിറ്റി കടക്കാതെ ഉള്ള അത്രയും കാലം നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത്. അതായത് പ്രോഗ്രസീവ് മെമ്മറി ലോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ ഒറ്റപ്പെട്ട ഒരു മുറിയിലിരിക്കുന്നതിനനുസരിച്ചല്ലാതെ പല കാര്യങ്ങളും അവരെ കൊണ്ട് ഈ ഉള്ള ഒരു അട്രോഫീഡ് ബ്രെയിൻ ആ ഒരു സിറ്റുവേഷനിൽ പോലും പേഷ്യൻസിന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. അതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്.
ഇപ്പം നമ്മുടെ ഈ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന കാര്യത്തിന് ഏറ്റവും സുപ്രധാന കാരണമായിട്ട് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത് തന്നെ അൽഷിമേഴ്സ് ഡിസീസാണ്. അപ്പോൾ അൽഷിമേഴ്സ് ഡിസീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഡിമെൻഷ്യ ഒരു ന്യൂറോ ഡീജനറേറ്റീവ് പ്രോസസ്സാണ്. ബ്രെയിനിലുള്ള ബേസിക് കോശങ്ങൾ, അതായത് ന്യൂറോൺസിന് വരുന്ന ഡീജനറേറ്റീവ് ചേഞ്ചസ്. അതിൽ അൽഷിമേഴ്സ് ഡിസീസിൽ കൂടുതലും ഈ അമൈലോയിഡ് പ്ലാക്സ് പോലെയുള്ള പ്രോട്ടീൻ ഡെപ്പോസിഷൻ കാരണം നമുക്ക് ഒരു പ്രാവർത്തികം, അതായത് ന്യൂറോ ട്രാൻസ്മിഷൻ പോസിബിൾ ആയിട്ട് വരുന്നില്ല. അസറ്റീൽ കോളിൻ പോലെയുള്ള രാസപ്രവർത്തനങ്ങളുടെ വ്യതിയാനം. ഏതൊരു നമ്മളിപ്പോൾ സൈക്കാട്രിയിൽ ഏത് പ്രശ്നം പറയുമ്പോഴും നമുക്കൊരു ന്യൂറോ കെമിസ്ട്രി എന്ന് പറയുന്നത് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബ്രെയിനിൽ ന്യൂറോ ട്രാൻസ്മിഷന് ധാരാളം ന്യൂറോ കെമിക്കൽ സംഗതികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ചില രാസപ്രവർത്തനങ്ങളുടെ ഇംബാലൻസ് തന്നെയാണ് നമ്മൾ ഡിമെൻഷ്യയ്ക്കും കാരണമായി കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ അപ്പോൾ എന്താണോ പ്രശ്നം അതിനനുസരിച്ചാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. അപ്പോൾ അസറ്റൈൽ കോളിൻ പോലെയുള്ള രാസപ്രവർത്തനങ്ങൾ കയറ്റാനുള്ള അല്ലെങ്കിൽ ഒരു എലിവേറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും ട്രീറ്റ്മെൻറ്റിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ എന്തിന് ഒരു ട്രീറ്റ്മെൻറ്റ്, അതാണ് നമ്മൾ പറഞ്ഞത്. ചില കേസസിൽ നമുക്ക് ട്രീറ്റബിൾ ആയിട്ടുള്ള ഡിമെൻഷ്യാസ് വരും, ട്രീറ്റബിൾ അൺട്രീറ്റബിൾ ആയിട്ടുള്ള കേസുകൾ വരും. ഇപ്പോൾ ട്രീറ്റബിൾ ഡിമെൻഷ്യാസ് അത് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ചില ഫിസിക്കൽ കണ്ടീഷൻസ്, തൈറോയ്ഡ് പോലുള്ള പ്രശ്നങ്ങൾ, ഹൈപ്പർ പാരാതൈറോയിഡിസം, തൈറോയിഡിസം, പാരാതൈറോയിഡിസം പോലെയുള്ള പ്രശ്നങ്ങൾ, ബ്രെയിനിൽ എന്തെങ്കിലും ട്യൂമേഴ്സ്, സ്പേസ് ഓക്കുപ്പൈങ് ലീഷൻസ്, പ്രീവിയസ്ലി എന്തെങ്കിലും ട്രോമാസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിനോടനുബന്ധിച്ച മെമ്മറി ഇമ്പയർമെൻ്റ് ആണെങ്കിൽ, എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, അണുബാധ, അത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനെല്ലാം ചികിത്സ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ള കണ്ടീഷൻസ് നമ്മൾ കണ്ടുപിടിച്ചെടുക്കേണ്ടത് ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ വിഷാദ രോഗാവസ്ഥ, ഡിപ്രഷനിലും ഇതുപോലെ മെമ്മറി ഇമ്പയർമെൻറ്റ്, ഓർമ്മക്കുറവായിട്ട് കാണാറുണ്ട്. അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ഇനി അഥവാ അത് ഫോക്കസ് ചെയ്താലും അതിനെ സസ്റ്റെയിൻ ചെയ്ത് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവുന്നില്ല. അപ്പോൾ എന്താണ് ഇതെന്നൊക്കെ ഉള്ളത് ഒരു ഡോക്ടറിനെ കണ്ടുപിടിച്ച് ഡോക്ടറിനെ അടുത്ത് സമീപിച്ച് ഏതാണ് ബുദ്ധിമുട്ട്, ശരിയായിട്ടുള്ള ഒരു മെമ്മറി ഇമ്പയർമെൻ്റ് ആണോ അതോ ഇതുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ളോ അല്ലെങ്കിൽ അറ്റൻഷൻ കോൺസെൻട്രേഷൻ ഡിഫിക്കൽട്ടി ആണോ എന്നുള്ളതെല്ലാം തിരിച്ചറിയേണ്ടതായിട്ട് വരും. പിന്നെ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് വരേണ്ടി വരും. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഓക്കെ, ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഡിമെൻഷ്യയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞു പോകേണ്ട ഒരു സംഗതിയാണ് കെയർ ഗീവേഴ്സിൻ്റെ കാര്യം. ഇപ്പോൾ പല കാര്യങ്ങൾ അവരുടെ ഡിമെൻറ്റിങ് പേഷ്യൻസിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു. രാത്രി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങാൻ ചെന്ന് കിടക്കുമ്പോഴായിരിക്കും പേഷ്യൻസിന് രാത്രി ഉറക്കമില്ല. അവർ രാത്രി എഴുന്നേറ്റ് ബഹളം വയ്ക്കാനും കരയാനും ഒക്കെ തുടങ്ങും. അപ്പോൾ ചെന്ന് കിടക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഉറങ്ങാനും സമയം കിട്ടത്തില്ല. ശരിയായിട്ടുള്ള ഒരു ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥയും ബുദ്ധിമുട്ടിലാവും. പിന്നെ ഈ പറയുന്നത് പോലെ ബിഹേവിയറൽ ഡിസ്റ്റർബൻസസ്, പെരുമാറ്റ പ്രശ്നങ്ങൾ കാരണമുള്ള ബഹളവും അലറി, കരച്ചിലും, ഇറിറ്റബിലിറ്റിയും, ദേഷ്യവും, ശകാരവും ഇതെല്ലാം കാണും. അപ്പോൾ ഇതിനോടകം ഇവരുടെ ബിഹേവിയറൽ പ്രശ്നങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ കെയർ ഗീവേഴ്സിനും അവരുടേതായിട്ടുള്ള മാനസികാരോഗ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവർക്കും കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം കിട്ടേണ്ട ആവശ്യമുണ്ട്. അവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും. പിന്നെ അവരുടേതായിട്ടുള്ള മാനസികാരോഗ്യം കീപ്പ് ചെയ്യാനുള്ള എക്സസൈസ്, യോഗ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അൽഷിമേഴ്സ് ഡിസീസ് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് വാസ്കുലർ ഡിമെൻഷ്യ അല്ലെങ്കിൽ മൾട്ടി ഇൻഫാക്ട് ഡിമെൻഷ്യ പോലുള്ള. അപ്പോൾ എല്ലാവർക്കും ഈ ഇൻഫാക്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വരുന്ന സംഗതിയല്ല, ബ്രെയിനിലോട്ടുള്ള ഒരു മേജർ ബ്ലഡ് വെസലിലോട്ടൊരു ക്ലോട്ടോ സംഭവങ്ങൾ വരുമ്പോൾ ഇൻഫാക്ട് വരും. അതിൻ്റേതായിട്ടുള്ള ഫിസിക്കൽ ഡാമേജ് അല്ലെങ്കിൽ ഫിസിക്കൽ സിംറ്റംസ് പേഷ്യൻ്റ് ഉണ്ടാവും, ഏതൊരു സൈഡ് ഒരു വീക്ക്നെസ് പോലെയൊക്കെ. എന്നാൽ ചില സ്മോൾ വെസൽസിൽ, അതായത് മേജറായിട്ട് കാണപ്പെടാത്ത, അതായത് എന്നാൽ ബ്രെയിനിൽ അത്യാവശ്യം വേണ്ട സ്മോൾ വെസൽ ഇസ്കീമിയ ഒക്കെ കാരണം നമുക്ക് ഫിസിക്കൽ സിംറ്റംസിനെക്കാട്ടിലും കൂടുതലും കോഗ്നിറ്റീവ് ഡിക്ലൈൻ, ചിന്താശേഷിക്കുള്ള കുറവുകളായിട്ടായിരിക്കും പ്രായം കൂടുന്തോറും ബ്രെയിൻ അട്രോഫീഡ് ആവുന്ന സ്റ്റേജസിൽ നമുക്ക് കണ്ടുവരുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരം വാസ്കുലർ ഡിമെൻഷ്യ കുറച്ചും കൂടെ ഒരു റിസ്ക് ഫാക്ടർ പ്രീവിയസ്ലി കാണിക്കുന്നൊരു സംഗതിയാണ്. അതായത് നമ്മുടെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ പോലെയുള്ളത്, കൊളസ്ട്രോൾ അമിതമായിട്ടൊന്ന് വരുന്ന കണ്ടീഷൻസ്, പിന്നെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്, നമ്മുടെ യൂസ് ഡിസോർഡറുകൾ, ആൽക്കഹോളിസം ആവാം, സ്മോക്കിംഗ് ആവാം, ഇതെല്ലാം ഈ വാസ്കുലർ ഡിമെൻഷ്യയ്ക്ക് ഒരു റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ പോസിബിളി നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് വരുവാണെങ്കിൽ ഇതുപോലെയുള്ള ഡിമെൻഷ്യ സിംറ്റംസ് അല്ലെങ്കിൽ ഡിമെൻഷ്യ വരാനുള്ള സാധ്യത നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഡിമെൻഷ്യ ഉള്ള രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെ മാനസികാരോഗ്യവും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരെ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് വേണം നമ്മുടെ പെരുമാറ്റവും നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ അവരുടെ പരിചരണത്തിൽ ഏറ്റവും
ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ വേണം, ഒരു മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന എപ്പോഴും വേണം. അവരെ കെട്ടിയിടാനോ പൂട്ടിയിടാനോ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനോ ഒക്കെ ഉള്ള ടെൻഡൻസീസ് കാണുന്നതുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു പെരുമാറ്റവും ഇത്തരക്കാരോട് ചെയ്യാൻ പാടില്ല.